ഹായ് ഫ്രണ്ട്സ്, വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത ഇവരെല്ലാവരും കൂടി ഒരു വലിയ വൻ പട തന്നെ അഭിനയിച്ച സിനിമ. ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. ഇമോഷൻസിൻ്റെ ഒരു വലിയൊരു പാക്കേജ് തന്നെയാണ് സിനിമ. അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിംസും നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുള്ളതായാലും ആ ഒരു യങ് ആയിരിക്കുന്ന സമയത്തുള്ള ധ്യാൻ, അതുപോലെ തന്നെ ഓൾഡ് ഏജിലുള്ള ധ്യാനിൻ്റെ ആ ഒരു ക്യാരക്ടർ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയും കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും മാക്സിമം ലെവലിൽ ധ്യാൻ ചെയ്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ ആണെങ്കിൽ ആ ഒരു യങ് ആയിട്ടുള്ളൊരു സംഭവം ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന ക്യാരക്ടർ തന്നെ ആയിട്ട് തോന്നും നമുക്ക്. അതായത് പ്രണവിൻ്റെ ഒരു ഹൃദയം ടൈപ്പിലുള്ള ക്യാരക്ടർ തന്നെ ആയിട്ട് തോന്നും. പക്ഷേ വയസ്സായി വരുമ്പോഴുള്ളത് ചില സീൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇവരുടെ ഏജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു വൈബ്, ഒരു കണക്ഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പഴയ കാലഘട്ടത്തിലെ സീൻസ് കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ചെന്നൈയിലേക്ക് മദിരാസിക്ക് പോകുന്നത്, ഒരാൾ സിനിമ സംവിധാനം ചെയ്യണം, ഒരു സംവിധായകനാവണം എന്നുള്ള സ്വപ്നത്തോടു കൂടി ഒരാളൊരു മ്യൂസിക് പാഷനായിട്ടുള്ള വ്യക്തി, അതായത് പ്രണവ് മോഹൻലാൽ ചെയ്യുന്ന ക്യാരക്ടർ, മുരളി എന്ന് പറയുന്ന ക്യാരക്ടർ മ്യൂസിക് പാഷനാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ വേണു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡയറക്ടർ എന്നുള്ള സ്വപ്നമായിട്ട് പോകുന്ന ക്യാരക്ടറാണ്. അതിൽ അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന കുറേ പാർട്ടുണ്ട്. അതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. ആ ഒരു സ്ട്രഗിൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഈ ഒരു ഇമോഷൻസ് വെച്ചിട്ടുള്ളൊരു കളിയാണ് വിനീതിൻ്റെ. വിനീത് ശ്രീനിവാസൻ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. ആ ഒരു ഇമോഷനായിട്ട് നമ്മളെ അങ്ങോട്ട് വലിച്ചിടും. അതായത് നമ്മൾ മനസ്സിലൊരു വാക്ക് ഓർക്കും. ഈ ഒരു സീനിൻ്റെ പോക്കനുസരിച്ച് നമ്മൾ മനസ്സിലൊരു വാക്ക്, അതിപ്പോൾ ക്ഷമയാണെങ്കിൽ ക്ഷമ, അപ്പം ഈ ഒരു മന്നിപ്പ് എന്ന് പറയുന്ന ഒരു ലിറിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരും. അതായത് വളരെ അർത്ഥവത്തായിട്ടുള്ള മ്യൂസിക്സ് അതിലുണ്ട്. അത് കറക്റ്റ് ആ ഒരു ടൈമിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മ്യൂസിക്കാണ് ഇതിൻ്റെ മെയിൻ. മ്യൂസിക് ശരിക്കും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ്. ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോക്കുണ്ട് സിനിമയുടെ. ഭയങ്കര സ്പീഡായിട്ടാണ് പിന്നെ പോവുക. വളരെ എൻ്റർടൈനിങ് ആയിട്ട്, വളരെ ഫണ്ണി ആയിട്ട്. നമ്മുടെ നിവിൻ വരും, നിതിൻ മോളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് നിവിൻ വരും. സെൽഫ് ട്രോളാണ്, എല്ലാവരും നല്ല സെൽഫ് ട്രോളാണ് ഇതിൽ. വിനീതായാലും വിനീതിനെ തന്നെ നോക്കുന്നുണ്ട്, ധ്യാൻ ശ്രീനിവാസ് ആയാലും ധ്യാനിനെ തന്നെ നോക്കുന്നുണ്ട്, പ്രണവ് മോഹൻലാലിനെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ആക്സെപ്റ്റൻസി ഉണ്ട്. ഇത് അവർ തന്നെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഡ്രോബാക്ക്, അല്ലെങ്കിൽ അവരെന്താണോ ശ്രദ്ധിക്കപ്പെടുന്നത് അത് അവർ തന്നെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ പ്രേക്ഷകർക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അതായത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. നിവിൻ പോളിയുടെ ഒരു സാധനമൊക്കെ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ കുറേ പേരുടെ റെഫറൻസ് ഉണ്ട്. ഒരു സ്റ്റേജ് കയറിയുള്ള ഒരു സാധനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഡോക്ടർ റോബിൻ്റെ അതാഷനിലേക്കാണ് ഓർമ്മ വന്ന്. പുള്ളിയെ പ്രൊമോട്ട് ചെയ്യല്ല, പുള്ളി ആ ബിഗ് ബോസ് നിന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു സംഭവമില്ലേ, ഇതാണ് കപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു സീൻസൊക്കെ ഇല്ലേ, ഫാൻ ഗേൾ വരുന്നതും ഒരു ഓവർനൈറ്റ് ആയിട്ട് ഒരുപാട് ഒരു ബൾക്കായിട്ടുള്ള ഫാൻസ് വരുമ്പോഴുള്ള ഒരു സംഭവം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നടാ പട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അത് ശരിക്കും ഒരു സെൽഫ് ട്രോളായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷനായിട്ടും എടുക്കാം. നിവിൻ ഒറ്റയ്ക്ക് വന്നവൻ തന്നെയാണ്. ആ ഒരു ഇതിനെ ഈ നിതിൻ മോളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏജ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സ് കൊടുക്കുന്ന അവരുടെ കഴിവിനെ നോക്കാതെ അവരുടെ പ്രായം ഇത്ര ആയി എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കിക്കാണുന്ന രീതികളെല്ലാം അതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം ഇവരൊരു സിനിമ നിർമ്മിക്കുകയാണ്. ജീവിതഗാഥകളെ എന്നാണ് സിനിമയുടെ പേര്. ആ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എല്ലാം ഇതിൽ വളരെ വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും കാണിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് കൺവിൻസിങ് ആണ്. അജു വർഗീസിൻ്റെ ക്യാരക്ടർ വേറെ ലെവൽ വൈബാണ്. 2 ക്യാരക്ടറാണ് അതിലുള്ള, അച്ഛനും മകനായിട്ടുള്ള 2 ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ ഓൾ അറൗണ്ട് ഒരു ഇമോഷൻ്റെ പാക്കേജ് എന്ന് പറയാം. ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമ, അടിപൊളി സിനിമ. നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. തുടക്കം തൊട്ട് ഒടുക്കം വരെയും ആ ഒരു ക്ലൈമാക്സ് ആവുന്നവരെയും നമുക്ക് ഒരു രീതിയിലുള്ള ഒരു സെക്കൻഡ് നമുക്ക് കണ്ടെടുക്കേണ്ടി വരില്ല. അടിപൊളി സെൽഫ് ട്രോളുകളും കോമഡിയൊക്കെ സിറ്റുവേഷണൽ കോമഡികളാണ് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാം. മ്യൂസിക്കാണ് സാറേ ഇതിൻ്റെ മെയിൻ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വേറൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും വരാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം.